ഷിരൂരിൽ അത്യാവശ്യം മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മണ്ണിടിച്ചിൽ കാണാതായവർക്കുള്ള തെരച്ചിലിന് ലോക സാന്നിധ്യമുള്ള 4 ഇടങ്ങൾ അടയാളപ്പെടുത്തി നൽകിയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ 24നോട് പറഞ്ഞു. ഓരോ സ്പോട്ടിൻ്റെയും 30 മീറ്റർ ചുറ്റളവിൽ തിരച്ചിൽ നടത്താനാണ് നിർദ്ദേശം. വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഫലമുണ്ടാകൂ. മഴ പെയ്താൽ ദൗത്യം ദുഷ്കരമാകുമെന്നും എം ഇന്ദ്രബാലൻ പറയുന്നു. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇപ്പോൾ സാർ അവിടെ എത്തി ചില പോയിന്റുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശക്തമായ മഴ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു. പ്രഡിക്ഷൻ പ്രകാരം 5 ദിവസം ഇങ്ങനെ മഴ കാണാൻ പോവാണ്. ഇതിനെക്കാട്ടിലും കൂടാൻ പോകണം മഴയും കാറ്റും. ഈ മഴയും കാറ്റില് മഹീന്ദറിന്റെ ടീമിനെ ഡ്രജർ ഉപയോഗിച്ചിട്ട് തരാൻ പറ്റുമോ അവർക്കേ നന്നായിട്ട് അറിയുള്ളൂ. കുറച്ചൊരു ഡിഫിക്കൽട്ടി, ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബോമിക്കിന്റെ കൂടെ പോയിട്ട് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് മഴ കുറവുള്ള കാരണം ബോമിക്കിന്റെ കൂടെ പോയിട്ട് അവിടെ 4 പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ ആങ്കർ ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബോമിക്കിന്റെ കയ്യിൽ അതിന്റെ മാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, HTML മാപ്പ്. അത് വെച്ചിട്ട് അവർക്ക് വീണ്ടും ആ പോയിന്റ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ അതേ സ്പോട്ടുകൾ തന്നെയാണ് ഇപ്പം വീണ്ടും. അബ്സൊല്യൂട്ട്ലി ഐബോർഡ് വെച്ച സ്പോട്ട് 4 സ്പോട്ടാണ് അവർ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അവർ തെരഞ്ഞിട്ട് 4 സ്പോട്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്പോട്ട് നമ്പർ 3 പണ്ട് നമുക്ക് 3 അല്ല, സ്പോട്ട് നമ്പർ CP1 CP2 അടുത്തായിട്ടാണ് ഈ വേറെ ട്രക്കിന്റെ പാർട്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല സൈനാണ്. നമ്മുടെ ഐബോർഡിന്റെ പരിശോധന നടത്തിയപ്പോൾ മെറ്റൽ പാർട്സും കൂടി ഡിറ്റക്ഷൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ ഐബോർഡ്സിന് വി ആർ ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഫുൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് എറേഴ്സ് ഉണ്ടാവും. അതുമാത്രമല്ല ഗൂഗിൾ എർത്ത് തന്നെ ഇവിടെ ഒരു 30 to 50 മീറ്റർ എവിടെയും എർത്ത് എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തിന്റെ അകത്തും മിനിമം 30 to 50 മീറ്റർ തരേണ്ടി വരും. ഈ CP4 ആണ് കുറച്ചും കൂടി സ്ട്രോങ് പോയിന്റ് എന്ന് തോന്നുന്നത്. നേരത്തെ നേരത്തെയും CP4 ആണ് കുറച്ചുകൂടി സ്ട്രോങ് പോയിന്റ് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് CP4ഉം CP3ഉം രണ്ടും ഫസ്റ്റ് ആയിട്ട് പരിശോധന ചെയ്യുക. അത് കഴിഞ്ഞിട്ട് CP1 2 പോയാൽ മതി. അങ്ങനെയാണ് അവിടെ 4 സ്പോട്ടുകൾ മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിൽ CP4 ആണ് കൂടുതൽ സ്ട്രോങ് പോയിന്റ് എന്നും പറയുന്നുണ്ട്. പക്ഷേ കനത്ത മഴ, ശക്തമായ മഴ തുടരുകയാണ്. അത് ഈ ദൌത്യത്തിന് ദുഷ്കരമാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്.